25 കറക്റ്റാ ഫുൾ ഓണില് ഫൈനൽ പ്രൈസ് നെഗോഷിയേഷൻ ഇല്ല കേട്ടോ. ഫൈനൽ പ്രൈസ് 5.55. അപ്പൊ നമുക്ക് 5.55 അതും ഫുൾ ഓണില് ക്രച്ചകളൊക്കെ ഫുൾ ഓണിലാണ്. 23 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് 17,000 കിലോമീറ്റർ. ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും വലിയ അട്രാക്ഷൻ വെറും 17,000 കിലോമീറ്റർ മാത്രം. ക്രച്ചും ഫുൾ ഓണിലാണ് കേട്ടോ. ക്രച്ച ബ്രസ അതേപോലെ സോണക്കിറ്റ് ഒക്കെ നോക്കുന്നവരിതാവണോ എസ് യുകളുടെ നല്ലൊരു കളക്ഷൻസ് നമുക്ക് ഫുൾ ഓണിലൊക്കെ ഫുൾ ബ്ലാക്ക് ക്രച്ചൊക്കെ നോക്കുന്നവര് വേറെ എവിടെയും പോണ നേരെ നമ്മള് ബിഗ്ടോയ്ക്ക് പോരി നമ്മളെ വിഷുവിന് ഈസ്റ്ററിനൊക്കെ വേണ്ടിയിട്ട് ഗംഭീരമായ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഓഫർ ടൈം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. സോ അതാണ് നല്ല ഗംഭീര കളക്ഷൻസ്. ഏകദേശം 10-70ഓളം വാഹനങ്ങളൊക്കെ മാക്സിമം വില കുറച്ചിട്ട് ഫുൾ ഓണിലൊക്കെ നമുക്ക് ഇറക്കാന്നുള്ളതാണ്. സോ നിങ്ങളെ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ₹1 പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് കൂടെ ഉള്ളത് അഫ്സൽക്കാണ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ഒരു പാർട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇന്നോവ ക്രിസ്റ്റകള് അതേപോലെ തന്നെ ഫോർച്യൂണറൊക്കെ ഫുൾ ഓണിൽ നല്ല ട്രാക്കുള്ള വണ്ടി 30,000 ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല അടിപൊളി വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇന്ന് തവണ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു കിയയുടെ സോണറ്റ് ഫുൾ ബ്ലാക്ക് എന്നാണ് തുടങ്ങുന്നത്. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അഫ്സൽ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മലപ്പുറം മഞ്ചേരി റൂട്ടില് പാണായി സൗദിപ്പടി ഓപ്പോസിറ്റ് നയാര പമ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടിയിലാണ്. നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫുൾ ബ്ലാക്ക് സോണറ്റ് സൺറൂഫ് അടക്കം വരുന്ന ഒരു വാഹനം KL34 നല്ല ഫാൻസി നമ്പർ 99 ഒക്കെ വരുന്ന ഒരു നമ്പർ. പ്രൊജക്ടർ എല്ലാം ഡേറ്റ് ആൻഡ് റെന്റിംഗ് ലാമ്പ് കമ്പനി അലോയ്സ് അതൊക്കെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു അഫ്സൽക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2023 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് 17,000 കിലോമീറ്റർ. ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും വലിയ അട്രാക്ഷൻ വെറും 17,000 കിലോമീറ്റർ മാത്രം. ഫുൾ ബ്ലാക്കില് സിംഗിൾ ഓണർ ആണോ വരുന്നത്? സിംഗിൾ ഓണർ. എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു വാഹനം? GTX സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി. എത്ര ചെയ്യും? ഇത് നമുക്ക് 10,90,000 10,90 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ. അതായത് ₹1 പോലും ഡൗൺ പേയ്മെന്റ് ഇല്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ ചെയ്യുന്നത്. 10,90 അതും ഫുൾ ഓൺ അല്ലേ. ദെൻ ഫുൾ ബ്ലാക്ക് ക്രച്ച അത് നമുക്ക് ഇതിന്റെ പിന്നെ ഏറ്റവും കൂടുതൽ ജനറേഷൻ ഇറങ്ങിയ ഒരു മോഡൽ കൂടിയാണ് അല്ലെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2022 മോഡല് ഡീസൽ 70,000 കിലോമീറ്റർ ഓടിയ ഫുൾ ബ്ലാക്ക് കിട്ടാം. ഫുൾ ബ്ലാക്ക് മാനുവൽ വണ്ടി. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അല്ല ഹൈ ക്വാളിറ്റി വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ അല്ലേ. ഹൈ ക്വാളിറ്റി സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. 70,000 കിലോമീറ്റർ 21 മോഡല് 22 മോഡല് ഡീസൽ വണ്ടി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ബേസ് മോഡലാണ്. ബേസ് മോഡൽ EX ആണ്. പക്ഷെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടല്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് ഒരു 10,70,000 കൊടുക്കാം. 10,70. ഒരു ബെസ്റ്റ് പ്രൈസിൽ കെട്ട വെറും 10,70. എത്ര രൂപന്റെ വണ്ടി ഇറക്കാം? ഫുൾ ഓൺ കൊടുക്കാം. ഇതും ഫുൾ ഓണില് ക്രച്ചും ഫുൾ ഓണിലാണ് കേട്ടോ. then വീണ്ടും ഒരു ക്രച്ച ഫുൾ ബ്ലാക്ക് തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? ഇത് 2021 പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ. അപ്പൊ ഓട്ടോമാറ്റിക് വേരിയന്റ് നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് പനോരമിക് സൺറൂഫ് അടക്കം വരുന്ന XX ഓപ്ഷണൽ അതും പെട്രോൾ ഓട്ടോമാറ്റിക് 30,000 കിലോമീറ്റർ അല്ലേ. മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ. കമ്പനി തന്നെ മാറിയത് അല്ല, പുറത്തുനിന്ന്. ബാക്കി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഷോറൂം പോയി ചെക്ക് ചെയ്തെടുത്താൽ അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി അല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമുക്ക് 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം രൂപ വണ്ടി ഇറക്കാം. ട്രാക്ക് ക്ലിയർ ആണ് കേട്ടോ. ട്രാക്ക് ക്ലിയർ ആണ്. നമുക്ക് ക്രച്ചുകളൊക്കെ ഫുൾ ഓണിലാണ്. അതിന്റെ സെക്കൻഡ് ജനറേഷൻ ക്രച്ച ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2016 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക് 60,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർ ഉണ്ട്. 60,000 കിലോമീറ്റർ അതും സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ. സീറോ ക്ലെയിം ആണ് വണ്ടി വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. വെറും 60,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ സെക്കൻഡ് ഓണർ അല്ലേ. 8,60,000. 8,60 ഡീസൽ ഓട്ടോമാറ്റിക്. അതും കിലോമീറ്റർ വന്ന് 60,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് നമുക്ക് 8,60 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒരു 60 70 സുഖമായിട്ട് വണ്ടി ഇറക്കാം. സെക്കൻഡ് ജനറേഷൻ അതിന്റെ ഒരു വൈറ്റ് ഇല്ല. ഇതെങ്ങനെയായിരുന്നു മോഡല്? 16 മോഡല് 17 റൈസർ സിംഗിൾ ഓണർ. ഓക്കെ, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. ഓക്കെ, ഓഫർ ആട്ടോ. ഓഫർ പ്രൈസ് 5,70,000. 5,75 കറക്റ്റാ ഫുൾ ഓണില് ഫൈനൽ പ്രൈസ് നെഗോഷിയേഷൻ ഇല്ല കേട്ടോ. ഫൈനൽ പ്രൈസ് 5,75. അപ്പൊ നമുക്ക് 5,75 അതും ഫുൾ ഓണില്. ഡീസൽ ആണ് പെട്രോൾ ആണ് വരുന്നത്. മാർക്കറ്റ് അന്വേഷിച്ചിട്ട് വന്നാൽ മതി. 16 മോഡൽ 17 റേസർ സിംഗിൾ ഓണർ വണ്ടി. അടുത്ത തവണ ഒരു ബ്രസ്സയാണ്. അത് നമുക്ക് ഇതിന് ഏറ്റവും ഫുൾ ലോഡ് ഇല്ല.
ഫുൾ ഓൺ അല്ല VXI ആണ്. VXI ആണ്, പക്ഷെ ഇതിൽ പ്രൊജക്ടർ ലാമ്പ് കാര്യങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് ഒക്കെ 2022 മോഡൽ, 22 മോഡൽ, 27,000 കിലോമീറ്റർ, ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, 7,76,000 രൂപ കൊടുക്കണം. 7,77,000 ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടി. ഫിനാൻസ് വർക്ക് നമുക്ക് ഫുൾ ഓണും ചെയ്യാം. അതെ, മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. 22 മോഡല്, 25 വില. അപ്പൊ നമുക്ക് ബെസ്റ്റ് പ്രൈസ് ആണ്. അതും സിംഗിൾ ഓണർ വണ്ടി, നമുക്ക് മാക്സിമം വില കുറച്ചിട്ടില്ല. ദെൻ ഒരു ടയോട്ട ഇന്നോവ. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ അത്യാവശ്യം ഇന്നോവകൾ പരിചയപ്പെട്ടാണ്. 2012 ഒറിജിനൽ കേരള വി ഓപ്ഷൻ. അപ്പൊ അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ വണ്ടി നമുക്ക് ഇന്നലെ വന്നിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പ്രൈസ് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടില്ല. ഗസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ നമുക്ക് 7,00,000 കൊടുക്കാം. 7,00,000 രൂപ ആസ്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. നിങ്ങൾ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല, ഉണ്ടാവും. നമുക്ക് വന്ന കണ്ടീഷനാണ്, സോ മാക്സിമം കുറക്കും. ദെൻ ഒരു ടെറാനോ എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2014 മോഡൽ, 14 മോഡൽ ഡീസൽ സെക്കൻഡ് ഓണർ, 143 ഓട്ടം. ഓക്കെ, എത്ര ചോദിക്കുന്നു നമ്മളിതിന്? ഇത് നമുക്കൊരു 395 കൊടുക്കാം. 395 കേട്ടോ. ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഒരു ടെറാനോ ഡീസൽ വണ്ടിയാണ്. സോ 3 ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 40 രൂപ വണ്ടി ഇറക്കാം. ഏത് 1 ആണോ 85 ആണ്? 85 ആണ്. സോ അത്യാവശ്യം മൈലേജും കിട്ടില്ല. ദെൻ ഒരു മൈക്ര, ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2018 ഓട്ടോമാറ്റിക് കേട്ടോ, CVT ഓട്ടോമാറ്റിക്. ഏതായിരുന്നു ഓപ്ഷൻ? സെക്കൻഡ് ഓണർ, 65,000 കിലോമീറ്റർ. CVT ഓട്ടോമാറ്റിക് ആണ്. 65,000. എത്ര ചോദിക്കുന്നു നമ്മൾ? നമുക്ക് ഫൈനൽ പ്രൈസ് 4,000 കൊടുക്കാം. 4,000. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 10,000 ഇറക്കാം, വണ്ടി ഇറക്കാം. ദെൻ റെനോ കൈഗർ, ഇതെങ്ങനെയായിരുന്നു? ഇത് 2021 മോഡല്, സിംഗിൾ ഓണർ, 51,000 കിലോമീറ്റർ. 51,000 കിലോമീറ്റർ. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? സീറോ ക്ലെയിം. എത്ര ചോദിക്കും നമ്മൾ? നമുക്ക് 5,90. 5,90. ഫുൾ ഫിനാൻസും കൊടുക്കാം അല്ലേ? ദെൻ ഒരു എലൈറ്റ് i20, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? അത് 2016 മോഡല്, 16 ഡീസലാണ്. അത് ഡീസൽ, തേർഡ് ഓണർഷിപ്പ്, 4,00,000 രൂപ കൊടുക്കും. 4,00,000 രൂപ. എത്ര വണ്ടി ഇറക്കാൻ പറ്റും? 40,000 ഇറക്കാം, സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു കിഡൻ സെഡാനാണ്, ഹോണ്ടയുടെ അമേസ്. ഇത് ഡീസലാണ്, അത് പെട്രോൾ ആണ്? ഡീസൽ. സോ നമുക്ക് ഏകദേശം 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഇതിന്റെ കമ്പനി അലോയ്സ് കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. 2018 മോഡൽ, സിംഗിൾ ഓണർ, 1.25 ഓട്ടം. എത്ര ചോദിക്കുന്നത്? 6,00,000 രൂപ. ഡീസലാണ്. എത്ര വേണ്ടി കൊടുക്കാം? നമുക്ക് ഫുൾ ലോൺ എടുക്കാം. ബെസ്റ്റ് പ്രൈസ് ആണ്, മാർക്കറ്റ് അന്വേഷിക്കുക അല്ല. ഇതിനൊരു കിഡ്, ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2018 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,50,000 രൂപ. 2,00,000 രൂപ. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ കൊടുക്കാം, ഫുൾ ഓൺ ചെയ്യാം. 2,00,000 രൂപ കേട്ടോ. ഇതൊരു എർട്ടിക, ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ വരുന്നത്? അത് ഡീസൽ, 2016 ഡീസൽ വണ്ടി അല്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. VDI ആണ് ഓപ്ഷൻ വരുന്നത്. ഹൈബ്രിഡ്. സോ നല്ല മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനം. അത്യാവശ്യം നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കമ്പനി ഫിറ്റിംഗ്സ് തന്നെ ചെയ്തിട്ടുണ്ട്. എത്ര നമ്മുടെ ചോദ്യം ഇതിന്? 5,00,000 രൂപ. 5,00,000 രൂപക്ക് ഡീസലാണ്, സിംഗിൾ ഓണർ, 70,000 കിലോമീറ്റർ. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഒരു 30 ഇറക്കാം. 30 വണ്ടി ഇറക്കാം അല്ല. ഇത് നമുക്കൊരു സ്വിഫ്റ്റ്, ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2021 മോഡൽ, സിംഗിൾ ഓണർ, 1,50,000 കിലോമീറ്റർ. LXI ആണ്. 1,50,000 കിലോമീറ്റർ. അതും നമുക്ക് മാനുവലില് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടി. 2014 വിലക്ക കൊടുക്കണേ. 4,500 രൂപ. 4,25. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 2021 വണ്ടി കേട്ടോ. 2021 വണ്ടിയാണ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റൂല. ഇത് നമുക്കൊരു കിഡ്ലൻ വാഹനമാണ്, വാഗണർ. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2018 LXI ആണ്, സെക്കൻഡ് ഓണർ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങള്, അല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ്, LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? 98,000 കിലോമീറ്റർ. 98,000 കിലോമീറ്റർ. എത്ര ചോദിക്കും നമ്മൾ? 3,65 കൊടുക്കാം. 3,65. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 30-40 വണ്ടി ഇറക്കാം അല്ലേ? അപ്പൊ നമ്മള് ബിക്ടോയിലായിരുന്നു. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പാണായി സൗദിപ്പടിയിലാണ്. നമുക്ക് ഏകദേശം 10-20ഓളം വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അടുത്തൊരു പാർട്ട് കൂടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ചെറുവാഹനങ്ങളാണ് നമുക്ക് ഇവിടെ വരുന്നത്. ലൊക്കേഷൻ മറക്കണ്ട, മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീഡിയോ കാണാം. റിയാസ് സൈനിങ് ഓഫ്.